തുടർച്ചയായ 3 ഇരട്ട സംഖ്യകളുടെ തുക 1434. ഇതിലെ ഏറ്റവും വലിയ സംഖ്യയുടെ 65% എത്ര? തുടർച്ചയായ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മ് എത്രയാണ്? 1434. എന്താ കാണേണ്ടത്? ഇതിലത്തെ വലിയ സംഖ്യ ഉണ്ടല്ലോ, ഏറ്റവും വലിയ സംഖ്യ, അതിൻ്റെ 65% കാണണം. നമുക്കറിയാം ഇരട്ട സംഖ്യ ഈവൺ നമ്പേഴ്സ് എന്താ? 2, 4, 6, 8 എക്സെട്ര. അതായത് 2 കൂട്ടി പോവുക അല്ലേ? ഇരട്ട സംഖ്യകൾ പറഞ്ഞാൽ 2 കൂടി പോവുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇരട്ട സംഖ്യ എക്സ് എടുത്താൽ അടുത്ത ഇരട്ട സംഖ്യ 2 കൂട്ടുക x+2, അടുത്ത ഇരട്ട സംഖ്യ വീണ്ടും 2 കൂട്ടുക x+4. അപ്പോൾ നമുക്കിവിടെ 3 ഇരട്ട സംഖ്യ പറയില്ലേ? ആദ്യത്തെ ഇരട്ട സംഖ്യ എക്സ് എടുത്താൽ അടുത്ത 2 കൂട്ടി x+2, വീണ്ടും 2 കൂട്ടി x+4, 3 ഇരട്ട സംഖ്യകൾ എഴുതി. ഇതിൻ്റെ തുക പറയുന്നുണ്ട്. തുക എല്ലാം കൂടി കൂട്ടണം കിട്ടും. ഇത് കൂട്ടിയ എത്രയാണ്? 1434. ഇത് കൂട്ടുമ്പോൾ ഒരു എക്സ് കൂട്ടിയ 3x, 2 + 4 6 1434. ഇതൊരു ഇക്വേഷനാണ്, നമുക്ക് നിർദ്ധാരണം ചെയ്യാം. സമവാക്യമാണ്, നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് +6 അങ്ങോട്ട് എടുത്തു. അപ്പോൾ 3x = 1434 - 6, 1434 - 6, 3x = കുറയ്ക്കുമ്പോൾ 1428 എന്ന് വരും. എക്സ് എങ്ങനെ കാണുക? 1428/3, 1428/3 ഹരിക്കുമ്പോൾ 4 3 12, ശിഷ്ടം 2 22, 7 3 21, ശിഷ്ടം 1 18, 6 3 18. നമുക്ക് എക്സിൻ്റെ വില കിട്ടി. അതായത് എന്താ? ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ അല്ലേ? 3 ഇരട്ട സംഖ്യയിൽ നമ്മൾ പറഞ്ഞാൽ അതിലത്തെ എക്സ് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ 476. അപ്പോൾ അടുത്തത്രയ്ക്കും 578, അടുത്തത്രയ്ക്കും 480. നമ്മുടെ ചോദ്യം അതാണ്. എന്താ? ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ഇതിലത്തെ, അപ്പോൾ അത് വലുതാണ്. അതിൻ്റെ 65% കാണണം. ഏതിൻ്റെ? 480ൻ്റെ 65% കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 0 വെട്ടിക്കളയാം. 48 × 65 ഗുണിക്കുക. 48 × 65 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 40, 4 24 24 അല്ലേ? 240 കിട്ടി. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 240. ഇനി 6 കൊണ്ട് ഗുണിക്കുക. 6 8 48, ശിഷ്ടം 4, 6 4 24 4 28 കൂട്ടുക. 0 8 4 12, 1 8 9 2 11, 1 2 3 3120. പക്ഷേ വീണ്ടും ഒരു 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഈ 0 കൂടി പോയിട്ട് ഉത്തരം എന്ത് വരും? 312.